വാട്സപ്പിൽ പുതിയതായിട്ട് വന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്, നമ്മൾ പലപ്പോഴും വാട്സപ്പ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വാട്സപ്പിൻ്റെ മെസ്സേജ് ഒരു കൗണ്ട് ഡൗൺ ആയിട്ട് നമ്മുടെ വാട്സപ്പ് ഐക്കണിൻ്റെ മുകളിൽ വന്ന് 100, 200 എന്നൊക്കെ കിടക്കും. നമ്മൾ പലപ്പോഴും വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ആ മെസ്സേജ് ഓപ്പൺ ആക്കിയാൽ മാത്രമേ ആ മെസ്സേജ് കൗണ്ട് ഡൗൺ കുറയുള്ളൂ. അല്ലെങ്കിൽ 100, 120 എന്നൊക്കെ വന്ന് എപ്പോഴും കിടക്കും. അത് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ പുതിയതായി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ടൈമിൽ വാട്സപ്പ് ഒരു വട്ടം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ കൗണ്ട് ഡൗൺ പോവും, അവിടെ 0 ആയിട്ട് വരും. പിന്നെ പുതിയ മെസ്സേജ് വരുമ്പോഴേ നമുക്ക് വീണ്ടും പുതിയ മെസ്സേജ് വന്നു എന്ന് നമുക്കറിയാൻ പറ്റുകയും ചെയ്യും. പല ഗ്രൂപ്പുകളിൽ നിന്നുള്ള മെസ്സേജുകളും നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ ഓപ്പൺ ചെയ്യാറില്ല, അപ്പോൾ അതിൻ്റെ കൗണ്ട് ഡൗൺ അവിടെ കിടക്കും. അതിനുവേണ്ടി നിങ്ങൾ 3 ഡോട്ട്സ് ഞെക്കി സെറ്റിംഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഏറ്റവും ലാസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ക്ലിയർ കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. യുവർ ഹോം സ്ക്രീൻ ബാഡ്ജസ് ക്ലിയർ കംപ്ലീറ്റ്ലി ആഫ്റ്റർ എവറി ടൈം യു ഓപ്പൺ ദ ആപ്പ്. അപ്പോൾ നമ്മുടെ ആ കൗണ്ടിങ് അവിടെ കാണിക്കുന്ന റെഡ് ഐക്കണിൽ വന്നിട്ട് 100, 200 എന്നൊക്കെ കിടക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പിന്നെ ക്ലിയറായി ഒരു മെസ്സേജ് പോലും ഇല്ലാത്തതുപോലെ അവിടെ വരും. അങ്ങനെ നമുക്ക് വീണ്ടും നമ്മൾ പുതിയ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്ര മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അടുത്ത ഒരു ഓപ്ഷനാണ് നമ്മുടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേറൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് മെറ്റ AI പോലെ നമുക്ക് തേർഡ് പാർട്ടി AIകളോട് നമുക്ക് ചാറ്റ് ആക്കാൻ പറ്റും. അതാണ് ചാറ്റ് AI എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തേർഡ് പാർട്ടി AIകളോടുകൂടി നിങ്ങൾക്ക് ചാറ്റ് ആക്കാനും മെറ്റ AI പോലെ തന്നെ തേർഡ് പാർട്ടി AIകളോട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ധാരാളം കിട്ടും. അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിവരങ്ങളൊക്കെ തിരക്കണമെന്നുണ്ടെങ്കിൽ ഇനി തേർഡ് പാർട്ടി AIയും വാട്സപ്പിൽ കൂടെ നമുക്ക് യൂസ് ചെയ്ത് അപ്പോൾ ആ പോപ്പുലറായിട്ടുള്ള AI നമുക്ക് ഇവിടെ കാണിച്ചു തരികയും ചെയ്യും. കൂടാതെ നമുക്ക് സെർച്ച് ചെയ്യാനും കഴിയും. ഇതൊരു പുതിയ ഫീച്ചറാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. AI ഫീച്ചറാണ്. മെറ്റ AI പോലെ തേർഡ് പാർട്ടിയുമായിട്ടും നമുക്ക് ലിങ്ക് ആക്കാം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു പുതിയ ഫീച്ചർ വന്നതാണ്. നമ്മൾ പലപ്പോഴും പല കോണ്ടാക്ട്സിനും നമ്മൾ മീഡിയാസൊക്കെ അയച്ചു കൊടുക്കും. പക്ഷേ നമ്മുടെ മീഡിയാസ് അവരുടെ ഫോണിൽ ഗാലറിയിലേക്ക് സേവ് ആവാതിരിക്കാനുള്ളൊരു ഓപ്ഷനാണിത്. ഈ ഓപ്ഷൻ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അയക്കുന്ന മീഡിയ അതുപോലെ നമ്മുടെ ചാറ്റൊന്നും അവർക്ക് വേറെ ആർക്കും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഓട്ടോമാറ്റിക്കായിട്ട്. അതിനുവേണ്ടി നിങ്ങൾ അഡ്വാൻസ് ചാറ്റ് പ്രൈവസി എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്കാക്കി കഴിഞ്ഞാൽ അവിടെ മീഡിയ വോണ്ട് ബി ഓട്ടോമാറ്റിക്കലി സേവ് ടു ദി ഡിവൈസ് ഗാലറി. ഈ ഓപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന മീഡിയ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഗാലറിയിലേക്ക് സേവ് ആവുകയില്ല. പിന്നെ നമ്മൾ അയക്കുന്ന മെസ്സേജൊന്നും അവർക്ക് AI ഫീച്ചറിലേക്ക് യൂസ് ആക്കാൻ പറ്റില്ല. മെറ്റ AI പോലെ അതിലേക്ക് യൂസ് ആക്കാൻ പറ്റില്ല. അതുപോലെ നമ്മളുടെ ചാറ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഡിസേബിൾ ആക്കി ഇട്ടിരിക്കും ഈ ഓപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. നമ്മൾ അയക്കുന്ന അവർക്ക് വൺ ടൈം ആയിട്ട് അയക്കുന്നതല്ല. വൺ ടൈം അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വട്ടമേ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അവർക്ക് എപ്പോഴും അവർക്ക് കാണാൻ പറ്റും. പക്ഷേ അവരുടെ ഗാലറിയിലേക്ക് സേവ് ആവുകയുമില്ല. അങ്ങനെ ഈ അഡ്വാൻസ് ചാറ്റ് പ്രൈവസി ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വളരെ ഗുണം. അവർക്ക് അവരുടെ ഗാലറിയിലേക്ക് സേവ് ആവുകയുമില്ല, അവർക്കത് കാണാനും